Mesmerizing wedding collection. Tejaswini by Chungat Jewelry. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കളഞ്ഞുകിട്ടിയ 3 പവൻ സ്വർണത്തേക്കാൾ 10 മാറ്റ് തിളക്കമുണ്ട് അശ്വിൻ സാജു എന്ന 9ാം ക്ലാസ്സുകാരന്റെ സത്യസന്ധതയ്ക്ക്. കിടങ്ങൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെയും അങ്കമാലി ജോസ്പുരത്തിന്റെയും ഹീറോയാണ് അശ്വിൻ സാജു. ഞായറാഴ്ച പള്ളിയിൽ നിന്ന് മലയാറ്റൂർക്ക് ഇത് കൊണ്ടുപോയി, എല്ലാ പള്ളിയിൽ നിന്ന് കൊണ്ടുപോണ്ടായി മലയാറ്റൂർക്ക്. അപ്പോൾ ഞാൻ അനീത്തിനെ കൊണ്ടുവന്നാക്കാൻ പോയായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് എടുത്തു നോക്കി, ഉച്ചയ്ക്ക് മാല കണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ ഇവർ ചാൻസേജിന് വിളിച്ചു പറഞ്ഞു. അങ്കമാലി ജോസ്പുരം പള്ളിക്കടുത്ത് ഇടത്തുകര കനാലിന് സമീപമാണ് അശ്വിൻ സാജുവിന്റെ വീട്. പിതാവ് ജോസ്പുരം കിഴക്കേടൻ വീട്ടിൽ സാജു അങ്കമാലിയിൽ ഓട്ടോ ഡ്രൈവർ. മാതാവ് ജസ്മി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം സ്വകാര്യ കമ്പനിയിലെ തൊഴിലാളി. മാതാപിതാക്കൾക്കും ഇളയ സഹോദരി അൽനയ്ക്കുമൊപ്പം ലൈഫ് പദ്ധതി പ്രകാരം ലഭിച്ച പണി പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് അശ്വിൻ താമസിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് കനാൽ അരികിലൂടെ സഹോദരിക്കൊപ്പം നടന്നു പോകുമ്പോഴാണ് വെള്ളമില്ലാത്ത കനാലിൽ ഒരു പേഴ്സ് കിടക്കുന്നത് അശ്വിൻ കാണുന്നത്. കനാലിൽ ഇറങ്ങി പേഴ്സെടുത്ത് തുറന്നു നോക്കിയപ്പോഴാണ് ഉള്ളിൽ വലിയ സ്വർണമാല. മാല ലഭിച്ച വിവരം തൊട്ടടുത്ത് താമസിക്കുന്ന അങ്കമാലി നഗരസഭാ കൗൺസിലർ ജാൻസി അരീക്കലിനെ അറിയിച്ചു. ജോസ്പുരത്തു തന്നെ ഇടതുകര കനാലിനോട് ചേർന്ന് താമസിക്കുന്ന കരുമത്തി വീട്ടിൽ റോസിലി അഗസ്റ്റിന്റേതായിരുന്നു മാല. മാല അടങ്ങിയ പേഴ്സ് നഷ്ടമായ വിവരം ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വലിയ വിലപിടിപ്പുള്ള 3 പവന്റെ മാല നഷ്ടമായതിന്റെ മനോവിഷമത്തിലായിരുന്നു റോസിലി. കനാലിലേക്ക് പോയി, പക്ഷെ കനാൽ നിറച്ച് വെള്ളമായിരുന്നു. ആ സമയത്ത് ഒഴുകിപ്പോയി. ഒഴുകിപ്പോയിട്ട് പിന്നെ അന്ന് 3-4 ദിവസത്തേക്ക് വെള്ളം കൂടുതലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് വെച്ചാലും ഇന്നത്തെ ഇറങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ശനിയാഴ്ച വരെ മുട്ടിന് വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പള്ളിയുടെ പാലം വരെയും ഞങ്ങൾ പോയി നോക്കിയായിരുന്നു. അപ്പം ഒന്നും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നോക്കിയില്ല. അപ്പം അങ്ങോട്ടും അപ്പുറത്തേക്കും കുറേ ഒഴുകിപ്പോയി. അപ്പോൾ ഈ കൊച്ചർക്കൻ്റെ വീടിൻ്റെ അവിടം വരെയും പോയി. അന്ന് പള്ളിയിൽ വചനം വായിച്ചതൊക്കെ മോനാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര ഇങ്ങനെ ഇതായിട്ട് ആരും ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യില്ല. ഇതിനിടെയാണ് ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് കരുതിയിരുന്ന മാലയുമായി അശ്വിൻ സാജുവും അവൻ പഠിക്കുന്ന കിടങ്ങൂർ സെന്റ് ജോസഫ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലളിത ട്രീസയും ജനപ്രതിനിധികളും വീട്ടിലെത്തുന്നത്. അശ്വിനിൽ നിന്ന് മാല ഏറ്റുവാങ്ങുമ്പോൾ സന്തോഷം അടക്കാനാകാതെ റോസിലി പിഞ്ചുബാലനെ ആശ്ലേഷിച്ചു. അങ്കമാലി നഗരസഭാ വാർഡ് കൗൺസിലർ ജാൻസി അരീക്കൽ, തുറവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സീന ജിജോ, സാലി വിൽസൺ, സ്കൂൾ PTA പ്രസിഡന്റ് ലാലു ചെറിയാൻ, മദർ PTA പ്രസിഡന്റ് സൽമ സിമോൺ, സിസ്റ്റർ ജ്യോതി എന്നിവരും സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. അശ്വിന്റെ സത്യസന്ധതയെ അനുമോദിക്കാൻ സെന്റ് ജോസഫ് സ്കൂൾ മുറ്റത്ത് യോഗം ചേർന്നു. ഹെഡ് മിസ്ട്രസും PTA പ്രസിഡന്റും ചേർന്ന് അശ്വിന് ഉപഹാരം നൽകി. സ്കൗട്ട് സംഘടനയിലെ അംഗമാണ് അശ്വിൻ സാജു. നമ്മുടെ വിദ്യാലയത്തിന്, നാടിന് അഭിമാനമായിക്കൊണ്ട് തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സ്വർണമാല അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി നൽകിയത് അശ്വിൻ്റെ ആ വലിയ മനസ്സിൻ്റെ ബഹിസ്ഫുരണമായിട്ട് നമ്മൾ കാണുകയാണ്. അത് വിദ്യാലയത്തിലെ മറ്റ് സഹപാഠികൾക്കൊക്കെ വലിയ മാതൃകയായിട്ട് അശ്വിൻ മാറി. തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ, ഗുരുഭൂതരിൽ നിന്ന് കിട്ടിയ ആ മൂല്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തനിക്ക് സ്വന്തമാക്കാമായിരുന്ന ഈ ഒരു സ്വർണമാല അതിൻ്റെ ഉടമസ്ഥന് കൊടുത്ത് അവരുടെ ദുഃഖത്തിന് അറുതി വരുത്താൻ അശ്വിന് സാധിച്ചു. അപ്പോൾ വിദ്യാലയത്തിൻ്റെ പേരിൽ, അധ്യാപകരുടെ പേരിൽ, വിദ്യാലയത്തിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും പേരിൽ അശ്വിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു.
ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഷാൾ അണിയിച്ചു. സ്കൂളിലെ സഹപാഠികളും അധ്യാപകരുമെല്ലാം അശ്വിനെ അനുമോദനങ്ങൾ കൊണ്ട് മൂടി. ജോസ്പുരത്തുള്ള അശ്വിന്റെ ചെറിയ വീട്ടിലെത്തിയും അധ്യാപകരും ജനപ്രതിനിധികളും അനുമോദനം അറിയിച്ചു. വിദ്യാർത്ഥികളിൽ ദുർഗുണങ്ങൾ വളർന്നു വരുന്നത് വലിയ ചർച്ചയാകുന്ന ഇക്കാലത്ത് അശ്വിൻ സാജുവിനെ പോലെ സൽസ്വഭാവമുള്ള മക്കളെ വളർത്തിയെടുക്കാൻ കഴിയുന്നതിൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ അധ്യാപകർക്കും അശ്വിന്റെ മാതാപിതാക്കൾക്കും അഭിമാനിക്കാം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.